നമസ്കാരം. കേരളത്തിൽ ജിഹാദ് നടത്തുന്നതിൽ, കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിൽ അതിനു വേണ്ടിയിട്ട് വലുതായിട്ടുള്ള പരിശ്രമം എല്ലാ മേഖലകളിലും നടന്നു വരികയാണ്. സിനിമാ മേഖലയിലും അത് എത്തിപ്പെട്ടു. നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യമാണ്. ഇന്നലെ ലക്ഷ്മി പ്രിയ ചില രഹസ്യങ്ങൾ അവർ നമ്മളുടെ മുമ്പാകെ അവരത് പൊട്ടിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അനിസബ ഇന്നലെ വന്ന് കയറിയ പെണ്ണ് എങ്ങനെയാണ് കേരളത്തിൻ്റെ സിനിമാ രംഗത്തെ മുഴുവൻ കരതലാമലകം പോലെ കൈനകത്തിരിക്കുന്ന നെല്ലിക്കായ പോലെ ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിക്കളിക്കുന്നത്, അതിനെക്കുറിച്ച് ചില സൂചനകൾ ലക്ഷ്മി പ്രിയ നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇത് ലക്ഷ്മി പ്രിയയുടെ അഭിപ്രായമാണ്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഏതായാലും കാറ്റൂതാതെ ഇല അനങ്ങില്ലല്ലോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അവരുടെ പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മലയാള സിനിമാ രംഗം ജിഹാദികൾ പിടിമുറുക്കിക്കഴിഞ്ഞു. അതിന് മുമ്പിൽ നിൽക്കുന്നത് നമ്മളെ സിദ്ദിഖിനെ പോലുള്ള നടന്മാർ, അതുപോലെ മട്ടാഞ്ചേരി മാഫിയ, അതിൻ്റെ തലവനായിട്ടുള്ള മമ്മൂട്ടി, ഇതുപോലെ തന്നെ മുമ്പിൽ പടമായിട്ട് കൊണ്ടു നിർത്തിയിട്ടുള്ള ഈ അൻസില എന്ന പെണ്ണിനെയാണ്. ഈ പെണ്ണ് വലിയ രൂപത്തിൽ മദ്യപാനത്തിൻ്റെയും മറ്റതിൻ്റെയും വക്താവാണെന്ന് ലക്ഷ്മി പ്രിയ പറഞ്ഞ സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച ആൾക്കാരുണ്ട്. കാരണം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അന്തരംഗത്തിലേക്ക് ചുഴിഞ്ഞു പോകാതെ നോക്കുന്ന സമയത്ത് പല ഹിന്ദു ആൾക്കാർ പോലും തങ്ങൾക്കെതിരെ തങ്ങളുടെ മതത്തിനെതിരെയാണ് ഇവൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാതെ ഇവൾക്ക് സപ്പോർട്ട് ഞങ്ങൾ അൻസിബയ്ക്കൊപ്പം എന്ന് പറഞ്ഞ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഈ അൻസിബയെ കൊണ്ട് നടക്കുന്നത് ആരാണ്? ഇന്നലെ ലക്ഷ്മി പ്രിയ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛനായിട്ട് മദ്യപിക്കും. ഒരു ദിവസം കാലത്ത് 3 മണിക്ക് അവരവരുടെ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി കുളിച്ച് വൃത്തിയായിട്ട് ഒരുങ്ങി അവർ പോകുന്ന സമയത്ത് ഒരാളതിനകത്തുണ്ടായിരുന്നു എന്ന്. ആളുടെ പേര് മിഥിലാജ് എന്നായിരുന്നു. മിഥിലാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരിക അതൊരു ഹിന്ദു നാമം, ഒരു ഹിന്ദു ആളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ കാര്യങ്ങളായിട്ട് വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് മിഥിലാജിൻ്റെ പേര് യഥാർത്ഥത്തിൽ മിഥിലാജ് എന്നല്ല. മിഥിലാജിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. നടി അൻസിബ ഹസനെതിരെയുള്ള ആരോപണങ്ങളിൽ ലക്ഷ്മി പ്രിയയ്ക്ക് മറുപടിയുമായിട്ട് ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ വന്നിരിക്കുകയാണ്. അയാളുടെ പേരാണ് അബ്ദുള്ള. ഈ അബ്ദുള്ളയെയാണ് രാത്രി 3 മണി സമയത്ത് ഈ പറയുന്ന അൻസിബ ഹസൻ്റെ റൂമിനകത്ത് കണ്ടത്. ആ സമയത്തൊരു ഇൻ്റർവ്യൂ, രാത്രി 3 മണി 4 മണി സമയത്തൊരു ഇൻ്റർവ്യൂ നടത്താൻ പാടില്ല എന്നില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ രൂപഭാവങ്ങൾ എന്തായിരിക്കും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവുള്ളത്. ഉസൈൻ ബോൾട്ടിൻ്റെ കഴിവെന്താ? അയാളുടെ ശാരീരിക ക്ഷമത. അയാൾ ഓടി പേരും പ്രശസ്തി ഉണ്ടാക്കുന്നു, പണം ഉണ്ടാക്കുന്നു. അമിതാഭ് ബച്ചൻ്റെ കഴിവെന്താ? അഭിനയിക്കാനുള്ള ശേഷി. കിഷോർ കുമാറിൻ്റെ കഴിവെന്താ? പാടാനുള്ള ശേഷി. അൻസിബയുടെ കഴിവെന്താ? അതന്നെ അതാണ് അൻസിബയുടെയൊക്കെ കഴിവ്. മറ്റുള്ളവർ അമിതാഭ് ബച്ചൻ തൻ്റെ അഭിനയശേഷിയാണ് വിൽക്കുന്നത്. ഉസൈൻ ബോൾട്ട് തൻ്റെ ശാരീരികക്ഷമതയാണ് വിൽക്കുന്നത്. അൻസിബ ഹസനോ അവളുടെ കയ്യിലുള്ള അതാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ തെളിഞ്ഞത്. മാത്രമല്ല ഇവളെ മുൻനിർത്തിക്കൊണ്ട് പുറകിൽ ഇസ്ലാമിസ്റ്റുകളാണ് കളിക്കുന്നതെന്ന് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാല പാർവതിയെപ്പോലുള്ള അവർ നല്ല ഉയർന്നൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. എന്താ സംഭവിച്ചതെന്നറിയില്ല. അവർ പറഞ്ഞത് ഇവൾ അവതാരമൂർത്തിയാണെന്ന്. നമ്മുടെ മത്സ്യക്കൂർമ്മ, വരാഹം, നരകരി, വാമനൻ എന്നൊക്കെയും പറയില്ലേ, ശ്രീകൃഷ്ണൻ എന്നൊക്കെയും പറയുന്ന പോലെ അതിലൊരു അവതാരമൂർത്തിയാണ് അത്രേ. ഇന്ത്യൻ സിനിമയെ രക്ഷിക്കാൻ വന്ന ഷീസ് ദ റിയൽ റെഡീമർ ഫോർ ഇന്ത്യൻ സിനിമ, നോട്ട് ഇന്ത്യൻ സിനിമ ബട്ട് കേരള സിനിമ.
നന്നായിട്ട് സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്ന ആ കുട്ടിക്ക് അറിയാം എന്ന് പറഞ്ഞ് അതിനെ പതുക്കെ പൊക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ മിഥിലാജ്, ഈ അബ്ദുള്ള തനിക്കെതിരെ നടന്ന വ്യക്തിഹത്യയ്ക്കും അസത്യ പ്രചാരണങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ ആരംഭിച്ച ഈ നിയമ നടപടികൾ കൊണാപ്പ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഞങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇന്ന് വരെ ആരും ഒരു നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ടില്ല. അതിൻ്റെ പേരിൽ കേസും ഉണ്ടായിട്ടില്ല, അതിൻ്റെ പേരിൽ ശിക്ഷയും ഉണ്ടായിട്ടില്ല. ഇത് പറച്ചലിൽ മാത്രം അവസാനിക്കും. ഇവനെങ്ങനെയാണ് രാത്രി 3 മണി 4 മണി സമയത്ത് യൗവനയുക്തയായിട്ടുള്ളൊരു പെണ്ണിൻ്റെ റൂമിനകത്ത് കയറി അവിടെ ഇൻ്റർവ്യൂ വെച്ചാൽ ഉള്ളിലുള്ള വ്യൂ എന്നാണ് അർത്ഥം. ഇൻ്റർവ്യൂ വെച്ചാൽ ഉള്ളിലേക്കുള്ള വ്യൂ. അതിൻ്റെ അർത്ഥം വേറൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നടത്തി എന്നുള്ള തെളിവുണ്ട്. പിന്നെ ഇയാൾ എന്ത് പറഞ്ഞാൽ കോടതിയിൽ പോകുക ഉള്ള കാര്യമല്ലേ ലക്ഷ്മിപ്രിയ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിൽ ലക്ഷ്മിപ്രിയയുടെ പേര് പരാമർശിക്കാതെ, ലക്ഷ്മിപ്രിയ പേരാണ് പരാമർശിച്ചത്, കൃത്യമായിട്ട് പേര് പറഞ്ഞു. അൻസിബ ഹസൻ മദ്യപാനിയാണ്, മറ്റേ കേസും കെട്ടുമുണ്ട്, അവിടെ രാത്രി 2 മണിക്ക് കണ്ട ചെറുപ്പക്കാരൻ്റെ പേരും പറഞ്ഞു. പക്ഷെ അവർ മിഥിലാജ് എന്നാണ് പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ കാര്യമായിട്ട് വന്നപ്പോൾ എന്താ, അയാളുടെ പേര് മിഥിലാജ് എന്നല്ല, അബ്ദുള്ള എന്നാണ് അയാളുടെ പേര്. നേരത്തെ ലക്ഷ്മിപ്രിയ ഒരു ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഈ അബ്ദുള്ളയെയും കുറിച്ച് പരാമർശം നടത്തിയിരുന്നു. ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വ്യാജമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് കാണിച്ച് അൻസിബ ഹസൻ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയതിൻ്റെ പിന്നാലെയാണ് ഈ അബ്ദുള്ളയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, മലയാള സിനിമ ബാലൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അല്ലേ തുടങ്ങിയത്? ഏതാ ബാലൻ പറഞ്ഞ് സംസാരിക്കുന്നത് ഏറി വന്നാൽ ഒരു 80 വർഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അത് ഭംഗിയായിട്ട് ഇവിടെ വരെ നടന്നു വന്നു. ടിക്കുരിശി സുകുമാരൻ നായർ, മുതുകുളം, അതിനുശേഷം പിന്നീട് പ്രൈം മിനിസ്റ്റർ സത്യൻ വന്നു, പിന്നീട് സുകുമാരൻ വന്നു, അവരുടെ പരമ്പര വന്നു, ജയൻ വന്നു, ഇപ്പോൾ ഇവിടെ മമ്മൂട്ടി മോഹൻലാലുണ്ട്. ഇവരെല്ലാവരും കൂടി മലയാള സിനിമയിൽ അവരുടെ ജോലി നോക്കി അവർ പല ഡയറക്ടർമാരെല്ലാം നല്ല സിനിമകളുണ്ടായി നമ്മൾ കണ്ട് ആസ്വദിച്ചു. ഈ പറയുന്ന അൻസിബ ഹസനും അവളുടെ പുറകിലുള്ള ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? മലയാള സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മേൽഗതിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ? കേസിൻ്റെ മേലെ കേസ്. ഇവള് വരുന്നു, അഭിനയിക്കുന്നു. അതിൻ്റെ ഇടയിൽ രസകരമായൊരു കാര്യമുണ്ട്. എൻ്റെ ഫുൾ സപ്പോർട്ട്, എൻ്റെ ഫുൾ താങ്ങി കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് താങ്ങുന്നുണ്ട്. ആരാ? മോഹൻലാൽ. അൻസബയ്ക്ക് ഞാൻ നന്നായിട്ട് താങ്ങി കൊടുക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ ഇവിടെ ചോറന്നെ തിന്നണമെന്നില്ല, അല്ല കപ്പലണ്ടി വാങ്ങിച്ച് തിന്നാലും മതി, അല്ലെങ്കിൽ പുല്ല് തിന്നാലും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യന്മാർക്ക് ഉണ്ടാകും. ഏതായാലും ഈ അബ്ദുള്ളയുടെ വിശദീകരണത്തിൻ്റെ ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് ബോധിപ്പിച്ചു തരാം. അതിൽ പറയുകയാണ്, 2026 ജനുവരി 30 സമയം 2 മണി മുതൽ 3 മണി വരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 മണിക്കൂറോളം നീണ്ട മാനസിക പീഡനത്തിനൊടുവിൽ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഖേദപ്രകടനത്തിൻ്റെ പകർപ്പ് പോലും നൽകാതെയാണ് അൻസിബ ഹസനെയും സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായിട്ടുള്ള സുധിയെയും അവർ പറഞ്ഞയച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കാര്യം ഞാൻ പറയട്ടെ. പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വർഗമല്ല, ചൊവ്വയിൽ നിന്ന് വന്നവരല്ല. അമ്മ പെങ്ങന്മാർ പ്രസവിച്ചുണ്ടാക്കിയ മക്കൾ തന്നെയാണ് ഈ പോലീസുകാർ. അവിടെ ഒരാൾ കയറി ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളതാണ്. ഒരിക്കൽ പോയ സമയത്ത് MR മണിയൻ, എനിക്ക് വളരെയധികം ബഹുമാനമുള്ള, എന്നെ ജീവിതത്തിലേക്ക് കടത്തിവിട്ട ഒരാളാണ്. DYSP ആയിട്ട് പെൻഷൻ പറ്റിയപ്പോൾ മണ്ണൂത്തിയിലോ മറ്റോ താമസിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞത്, എൻ്റെ തോളത്ത് കൈവച്ച് പറഞ്ഞത്, എല്ലാം എനിക്കറിയാമെടോ എന്ന്. കാരണം ഞാനന്ന് താടി മുടി വളർത്തിയ ചെറുപ്പക്കാരൻ, എനിക്കെതിരെ നിൽക്കുന്ന യോഗ്യനായിട്ടൊരാൾ, എന്നിട്ട് പോലും അദ്ദേഹം തോളത്ത് കൈവച്ച് പറഞ്ഞു എനിക്കെല്ലാം അറിയാടോ. അതെനിക്കൊരു ഉത്തരം. ഞാൻ അവിടെ ചെന്നെന്താ, ഇയാൾ പറഞ്ഞ മുഴുവൻ ശരിയാണ്, നിങ്ങൾ എന്ത് പണി ചെയ്തോ എന്ന് പറയാൻ ചെന്നാൽ അതിന് ഇടവരുത്തിയില്ല എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആർക്കും 2 ഇടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് ഇടി കൊള്ളേണ്ടവൻ തന്നെയാണ്. കാരണം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ അവർക്ക് ഒരുപാട് പഠിപ്പുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. പോലീസുകാരായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ട്രൗസർ ഇട്ടാ നീ ഇന്ന സ്റ്റേഷനിൽ പോയിക്കോ എന്ന് പറയുന്നതല്ലോ. അവർക്ക് ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള പാഠങ്ങളും കാര്യങ്ങളും അവർ സ്ഥിരം അത് മനസ്സിലാക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ കുറ്റം തെളിയിക്കാനുള്ള സ്പെഷ്യൽ കഴിവ് എനിക്കോ നിങ്ങൾക്കുള്ള പോലെയല്ല അവർക്കുള്ളത്. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ വരെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ
അവരെടുത്ത് ഖേദപ്രകടനം എഴുതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം സുധി എന്ന് പറഞ്ഞൊരുത്തൻ, ഏതാ സമയം എന്ന് മനസ്സിലാക്കണം, രാത്രി സമയം 2 മണി മുതൽ 3 മണി വരെ, ആ സമയത്താണ്, പകരാണെന്ന് തോന്നുന്നുണ്ട്, ആ സമയത്താണ് ആ അടിയന്തര സാഹചര്യത്തിലാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത് എന്നാണ് ഈ അബ്ദുള്ള പറയുന്നത്. കാര്യത്തിന് ഗൗരവം ബോധ്യപ്പെട്ടോണ്ട് ഞാൻ സ്റ്റേഷനിലെത്തി SI രേഷ്മയെ നേരിൽ കണ്ടു. നിയമവിരുദ്ധമായിട്ടുള്ള ആ ഏകപക്ഷീയ നടപടിക്കെതിരെ ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി നിവൃത്തിയില്ലാതെ അവർ ആ പകർപ്പ് കൈമാറാൻ നിർബന്ധിതയായി. ഈ നീതി നിഷേധത്തിന് വേദിയൊരുക്കിയ ആ മഹതി, മഹതി എന്ന് ഇദ്ദേഹം ഇയാൾ പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മി പ്രിയയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് വേദിയൊരുക്കിയിട്ടുള്ള ആ മഹതി അവിടെ തന്നെ തറവാട്ട് സ്വത്ത് എന്ന പോലെ വിലസി നടക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ വല്ലാത്ത നോട്ടം. പിന്നാലെ സ്റ്റേഷനിൽ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് വിട പറഞ്ഞ് മടങ്ങുന്ന ആ കാഴ്ച, ഇന്ന് കോടതിയിൽ അൻസിബ ഉയർത്തിക്കാട്ടുന്ന ആ നിർണായകമായ തെളിവ് അന്ന് ഞാനും സുഹൃത്തും പോരാടി വാങ്ങിയതാണ്. ആ തെളിവിനെതിരെ തിരക്കഥാകൃത്തായിട്ടുള്ള ആ മഹതി മെനഞ്ഞെടുത്ത തട്ടിപ്പ് കഥയാണ് ഇന്ന് പുറത്തു വരുന്നത്. കുരു പൊട്ടുന്നുണ്ട് എന്നർത്ഥം. അവരെന്തേലും പറഞ്ഞോട്ടെ എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം കുറ്റവാളിക്ക് അത് കഴിയില്ലല്ലോ. അമ്മയുടെ ജനറൽ ബോഡിയിലെ തോൽവിക്ക് പകരം വീട്ടാൻ ബോംബെക്കാരി ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ഐഡിയ പരീക്ഷിച്ചതാണ് എന്ന് മനസ്സിലായി. പിക്ചർ അഭി ബാക്കി ഹേ മേരാ ദോസ്ത്. കാര്യങ്ങൾ മുഴുവനായിട്ടില്ല, ഇനി ബാക്കി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. എനിക്കെതിരെ ഈ അബ്ദുള്ള പറയുകയാണ്, എനിക്കെതിരെ ഈ അൻസിബയുടെ റൂമിൽ രാത്രി 3 മണിക്ക് കണ്ട ആളുടെ പേരാണ് ഈ അബ്ദുള്ള കേട്ടോ. അത് ലക്ഷ്മിയെ പറഞ്ഞത് മിഥിലാജ് എന്നാണ്, മിഥിലാജ് അബ്ദുള്ള അങ്ങനെയുണ്ട്. ഇനി അനന്തനാരായണൻ അബ്ദുള്ള എന്നോ സുബ്രഹ്മണ്യൻ ബഷീർ എന്നുള്ള പേരുകൾ ഇനി വരും. അതെന്താ, കുറ്റകൃത്യം ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യൻ ചെയ്തു എന്ന് പറയാം, നല്ല കാര്യം ചെയ്യുമ്പോൾ ബഷീർ ചെയ്തു പറയാം. അപ്പോൾ ഈ 2 പേരിട്ട കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയാണ് മിഥിലാജ് അബ്ദുള്ള മിഥിലാജായിട്ട് മാറിയത്. എനിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യ, അതിനും അസത്യ പ്രചാരണങ്ങൾക്കുമെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ ഇതിനകം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. പണവും സ്വാധീനവും നൽകി മാത്രം സൗഹൃദങ്ങൾ കെട്ടിപ്പടുത്തി ശീലമുള്ള ആ മഹതിയോട് ഒന്നേ പറയാനുള്ളൂ, അൻസിബയുടെ പോരാട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകും. അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി. ഒന്നുകൂടി പറയാണ്, അൻസിബയുടെ പോരാട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും. ആരാ പറയുന്നത്? അബ്ദുള്ളയുടെ സുഹൃത്തുക്കൾ ആരായിരിക്കും? വേറെ കുറേ അബ്ദുള്ളമാർ. ഇപ്പുറത്ത് നിൽക്കുന്ന ആരാ? ഹസൻ, അൻസിബ ഹസൻ. ആയതുകൊണ്ട് തന്നെ ഇവരുടെ പോരാട്ടം എന്തിനെ ലക്ഷീകരിച്ചിട്ടുള്ളതായിരിക്കും? ഇവിടെ ടിനി ടോം പറഞ്ഞു അവിടെ ജിഹാദ് നടപ്പാക്കുകയാണെന്ന്. ഇപ്പോൾ ബോധ്യമായില്ലേ? ഇത് ജിഹാദ് പ്രസ്ഥാനം തന്നെയാണെന്ന് ബോധ്യമായില്ലേ? അബ്ദുള്ളയും അൻസിബ ഹസനും അവരുടെ സുഹൃത്തുക്കളും കൂടി പോരാടാൻ ഉറച്ചിരിക്കുകയാണെന്ന്. ഹിന്ദുക്കളോടൊന്നേ പറയാനുള്ളൂ, മലയാള സിനിമാ രംഗം ജിഹാദിവൽക്കരണത്തിൻ്റെ ആ നിഴലിലാണ്. നിങ്ങളിനിയും നിസ്സംഗത പാലിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമാ രംഗത്തേക്ക് ഇനി ചവിട്ടിക്കയറാൻ ഹിന്ദുക്കൾക്ക് കഴിയില്ല. അവർക്കത് പരിപൂർണമായിട്ട് അന്യമായി പോകും. സൂക്ഷിച്ചാൽ നല്ലത്. ഞാനേതായാലും സിനിമയിൽ അഭിനയിക്കാനൊന്നും വരുന്നില്ല. നമസ്കാരം.